നമസ്കാരം. ഇന്ന് നമ്മൾ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ശാന്തമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുകയോ അതല്ല കിടക്കുകയോ ചെയ്യാം. കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണും ഓഫാക്കി വെക്കുക, അതല്ലെങ്കിൽ സൈലൻ്റ് ആക്കി വെക്കുക. മറ്റുള്ളവരൊന്നും നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം മെഡിറ്റേഷൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതായിരിക്കത്തില്ല. ഉള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് കൂടെയുള്ളവരോട് പറയുക, ഒരു അരമണിക്കൂറത്തേക്ക് ശല്യം ചെയ്യാതിരിക്കാൻ പറയുക. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് അതിരാവിലെ എഴുന്നേറ്റ് ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് ആരും നമ്മളെ ശല്യം ചെയ്യാൻ കാണില്ല. ഈ ഒരു മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ടൊരു 21 ദിവസമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതിനർത്ഥം 21 ദിവസം ചെയ്തിട്ട് നിർത്തുക എന്നല്ല, 21 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ: ഒരു പായ, അതല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ബെഡ്ഷീറ്റ്, തറയിൽ കിടന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക്, ഇരിക്കുന്നവർക്കായാലും അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നവർ ഉറക്കത്തിൽ നിന്നും ഉടനെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യാണ്ടിരിക്കുക. മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷപ്പായി നിങ്ങളുടെ ആ ഒരു ഉറക്കം വിട്ടുമാറി എന്ന് തോന്നുമ്പോൾ മാത്രമേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാവൂ. അതല്ലെങ്കിൽ നിങ്ങൾ ആ മെഡിറ്റേഷനകത്ത് ഉറങ്ങിപ്പോകുന്നതായിരിക്കും. അതിനായിട്ട് ആ പായ നിലത്ത് വിരിച്ച് നിങ്ങൾക്കൊന്നുകിൽ ചമ്മണം പണിഞ്ഞ് അതല്ലെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കാം. നിങ്ങൾക്ക് കഴിയുന്നത്ര സുഖകരമായ ഒരു നിലയിൽ കിടക്കുക. സാധ്യമെങ്കിൽ പുറംഭാഗം നിലത്ത് തൊടുന്ന രീതിയിൽ കിടന്ന് കൈകളും കാലുകളും ശരീരത്തിൽ നിന്ന് അല്പം അകറ്റി നേരെയായി വയ്ക്കുക. കൈകൾ ശരീരത്തെ സ്പർശിക്കാതെയും കാലുകൾ പരസ്പരം തൊടാതെയും ഇരിക്കട്ടെ. എന്നാൽ ഈ നില നിങ്ങൾക്ക് സുഖകരമല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമെന്ന് തോന്നുന്ന രീതിയിൽ കിടക്കാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി വേണം കിടക്കാൻ. അതായത് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുള്ളവർ കിടക്കുവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്ന് വേണമെങ്കിലും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ തയ്യാറാകുമ്പോൾ പതുക്കെ റിലാക്സ് ആയിട്ട് നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം സ്വാഭാവികമായി ഒഴുകാൻ അനുവദിക്കുക. ആവശ്യമില്ലാത്ത എല്ലാ പേശികളെയും മുറുക്കം വിട്ടയക്കുക. നിങ്ങളുടെ ശരീരം കൂടുതൽ ലൈറ്റാകുന്നതും വിശ്രമത്തിൽ റിലാക്സ് ആകുന്നതുമായിട്ട് അനുഭവിക്കുക. നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് കാലുകളുടെ അടിവരെ ഒരു ശാന്തതയുടെ തരംഗം ഒഴുകി വരുന്നതായി സങ്കല്പിക്കുക. ഒരു ശാന്തമായ പ്രകാശം, ഒരു മഞ്ഞ ഗോൾഡൻ ലൈറ്റ് കളർ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകുന്നു. ആ ഒരു പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ തട്ടുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ശരീരം വളരെ ലൈറ്റായിട്ടും റിലാക്സ്ഡ് ആയിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ആഴത്തിലുള്ള ഒരു ഡീപ്പ് റിലാക്സിങ് സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ ശരീരം പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് റിലാക്സ് ആയതായിട്ട് മനസ്സിലാകുന്നു. നിങ്ങളുടെ ശരീരം മുഴുവനും വളരെ റിലാക്സ് ആയിട്ടൊരു കാറ്റിലൂടെ ഒഴുകി നടക്കുന്ന അത്രയും റിലാക്സ്ഡ് ആയിട്ടായതുപോലെ ഇരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ തലമുടി തൊട്ട് നിങ്ങളുടെ കാൽവിരൽ വരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. ആ ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ശരീരത്തിനെ മുഴുവനായിട്ട് ആവരണം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആ ഒരു ഗോൾഡൻ ലൈറ്റിൻ്റെ പ്രൊട്ടക്ഷനിലായിട്ടാണ് നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇപ്പോൾ ഇല്ല. നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നോ നിങ്ങളുടെ ചിന്തകൾ എന്താണെന്നോ ഒന്നും നിങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിയുന്നില്ല. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത അത്രയും റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വളരെ നിശബ്ദമായിട്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു വൈറ്റ് സ്ക്രീനിനെ നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഒരു വൈറ്റ് സ്ക്രീനിനകത്ത് 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0 എന്നീ നമ്പർ ബാക്കിലേക്ക് കൗണ്ട് ഡൗൺ ആയിട്ട് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. 0 ആയതിനു ശേഷം നിങ്ങളുടെ ആ ഒരു മനസ്സിലെ വൈറ്റ് സ്ക്രീനിലേക്ക്
നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്ത ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങളിതൊക്കെ നേടിയെടുത്ത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നു ആ ഒരു സന്തോഷകരമായിട്ട് കുടുംബവുമായിട്ട് കുട്ടികളുമായിട്ടും ഒക്കെ സന്തോഷകരമായിട്ട് ഇരിക്കുന്ന നിങ്ങൾ കാണുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി, നിങ്ങൾ ആഗ്രഹിച്ച സമ്പത്ത്, നിങ്ങളുടെ ഗോളുകളെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്ത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള നിങ്ങൾ കാണുന്നു. നിങ്ങളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക തരം ചൈതന്യം കാണാം. നിങ്ങളുടെ ചിരി വളരെ ആത്മാർത്ഥമായി മനസ്സിൽ നിന്നുള്ള ആ ഒരു ചിരിയാണ് നിങ്ങളുടെ മുഖത്തുള്ളത്. നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ വൈഫായിരിക്കാം, കുട്ടികളായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, ആരായാലും അവരും വളരെ സന്തോഷകരമായിട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കരിയറാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങൾ ഓരോ പ്രോജക്റ്റും അച്ചീവ് ചെയ്ത് പോകുന്നു, മുന്നിലേക്ക് സക്സസ്ഫുള്ളായിട്ട് പോകുന്നു. ഈ ധ്യാനത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയെങ്കിലും പോകുന്നതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. നിങ്ങളുടെ മനസ്സിനെ തിരിച്ച് അതേപോലെ തന്നെ ആ ഒരു വൈറ്റ് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഈ ഒരു സന്തോഷകരമായ നിമിഷം നിങ്ങൾക്ക് എത്രത്തോളം അതിനെ ഡെവലപ്പ് ചെയ്യണോ അത്രത്തോളം മനസ്സിൽ ആ ഒരു സങ്കല്പത്തെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് ആ ഒരു മെൻ്റൽ പിക്ചർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അത് കഴിയുമ്പോൾ പതുക്കെ നിങ്ങളുടെ ഈ ഒരു വിശ്രമത്തിൽ നിന്നും നിങ്ങൾ ഉണരുവാൻ പോവുകയാണ്. അതിനു മുന്നേ നിങ്ങൾ പ്രപഞ്ചശക്തിയോടും യൂണിവേഴ്സിനോട്, അതല്ലെങ്കിൽ ദൈവത്തിനോട്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ കൃതജ്ഞതയോടെ നിങ്ങളുടെ ആ ഒരു വൈറ്റ് സ്ക്രീനിൽ വളരെ നല്ലൊരു സൂര്യപ്രകാശം, നിങ്ങളൊരു ഒരു പൂന്തോട്ടം, ഒരു കുന്നിൻ മുകളിലൊരു പൂന്തോട്ടത്തിൽ നിന്നിട്ട് ആ ഒരു സൂര്യപ്രകാശം കാണുന്നു. ആ ഒരു സൂര്യപ്രകാശത്തിലേക്ക് കൈകൂപ്പിക്കൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. മനസ്സിൽ 3 വട്ടം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. നിങ്ങളിതാ തിരിച്ച് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ശരീരവും വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ നിങ്ങളൊന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈവിരലുകൾ പതുക്കെ ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കാൽവിരലുകൾ പതുക്കെ ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുക. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ വളരെ നാച്ചുറലായിട്ട് ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. പതിയെ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. പതിയെ നിങ്ങളുടെ കാലുകളൊന്ന് അനക്കി വെക്കുക. പതിയെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. 2 കൈപ്പത്തികളും നല്ലതുപോലെ ഉരച്ച് ആ കൈപ്പത്തി നിങ്ങളുടെ കണ്ണുകളെ കവർ ചെയ്യുക. ആ ഒരു ചൂട് നിങ്ങൾ അനുഭവിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ലൈഫ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങൾ ആ ഒരു പ്രോസസ്സിങ്ങിലേക്കാണ് പോകുന്നത്. ഈ ഒരു പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങളും തുറന്നു തരുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിനായിട്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ നിങ്ങൾ എഴുന്നേൽക്കുക. കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കാരണം നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ വളരെ നല്ല ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സ്റ്റേജിലാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഠിക്കുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും ജേർണലിങ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സമയം വളരെ പെർഫെക്റ്റാണ്. അതല്ലെങ്കിൽ 369 ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളത് ചെയ്യുക. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളൊരു 21 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. രാവിലെയോ രാത്രിയോ 2 നേരം ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ല. 3 നേരം വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഒരു അരമണിക്കൂറൊന്നും ഇല്ല, ഒരു 20 മിനിറ്റ് നിങ്ങളെവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് കണ്ണുകളടച്ച് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മനസ്സ് വളരെ റിലാക്സ് ആവുകയും നിങ്ങളുടെ ആ ഒരു ഗോളിനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇംപ്രിൻറ്റ് ചെയ്യുകയും അതുമൂലം നിങ്ങൾക്ക് യൂണിവേഴ്സ് പല രീതിയിൽ നിങ്ങളിലേക്ക് ആളുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.